ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്ക് ഇപ്പോൾ വർക്ക്മാൻ കാറ്റഗറിയിൽ കോൺട്രാക്റ്റ് ബേസിസിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ വർക്ക്മാൻ കാറ്റഗറിയിൽ കോൺട്രാക്റ്റ് ബേസിസിൽ ഒഴിവുകൾ വന്നിട്ടുള്ളത്. നമുക്ക് ഇതിലേക്ക് വന്നിട്ടുള്ള പോസ്റ്റുകൾ പരിശോധിക്കാം. ഫാബ്രിക്കേഷൻ അസിസ്റ്റന്റ് എന്ന കാറ്റഗറിയിൽ ഷീറ്റ് മെറ്റൽ വർക്കർ, വെൽഡർ എന്നീ പോസ്റ്റുകളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. 10ാം ക്ലാസ് വിജയവും അതാത് ട്രേഡിലുള്ള ITI NTC സർട്ടിഫിക്കറ്റുമാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓരോ പോസ്റ്റിലേക്കും റെലവൻറ്റ് ഫീൽഡിലുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഔട്ട്ഫിറ്റ് അസിസ്റ്റന്റ് എന്ന കാറ്റഗറിയിൽ ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, മെക്കാനിക് ഡീസൽ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, ഇലക്ട്രോണിക് മെക്കാനിക്, പെയിൻറ്റർ, മെഷീനിസ്റ്റ്, ക്രെയിൻ ഓപ്പറേറ്റർ, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്, പ്ലംബർ, ഷിപ്പ്രൈറ്റ് റൂട്ട് എന്നീ പോസ്റ്റുകളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. എല്ലാ പോസ്റ്റുകളിലേക്കും 10ാം ക്ലാസ് വിജയവും അതാത് ട്രേഡിലുള്ള ITI NTC സർട്ടിഫിക്കറ്റുമാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത്. 3 വർഷത്തെ റെലവൻറ്റ് ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് കൂടെ ഉള്ളവർക്കാണ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ പോസ്റ്റുകളിലേക്ക് 21 ജനുവരി 2026 മുതൽ ഫെബ്രുവരി 7, 2026 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഓരോ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള ഒഴിവുകൾ പരിശോധിക്കാം. ഷീറ്റ് മെറ്റൽ വർക്കർ 64, വെൽഡർ 49, ഫിറ്റർ 39, ഇലക്ട്രീഷ്യൻ 21, മെക്കാനിക് ഡീസൽ 16, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ 16, ഇലക്ട്രോണിക് മെക്കാനിക് 13, പെയിൻറ്റർ 11, മെഷീനിസ്റ്റ് 10, ക്രെയിൻ ഓപ്പറേറ്റർ 6, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് 6, പ്ലംബർ 5, ഷിപ്പ്രൈറ്റ് വുഡ് 4 എന്നിങ്ങനെ 260 ഒഴിവുകളാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. മാക്സിമം 5 വർഷത്തെ കോൺട്രാക്റ്റ് പീരീഡാണ് വരുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സാലറി ആയിട്ട് മാസം 23,300 രൂപയാണ് ലഭിക്കുന്നത്. എക്സ്ട്രാ അവേഴ്സിന് 5,830 രൂപ വരെ ഒരു മാസം ലഭിക്കുന്നതാണ്. 45 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. 7 ഫെബ്രുവരി 2026 വെച്ചാണ് ഏജ് കണക്കാക്കുന്നത്. അതായത് ഉദ്യോഗാർത്ഥികൾ 1981 ഫെബ്രുവരി 8 ശേഷം ജനിച്ച ആളായിരിക്കണം. OBC കാറ്റഗറിയിൽ വരുന്നവർക്ക് 3 വർഷവും SC/ST കാറ്റഗറിയിൽ വരുന്നവർക്ക് 5 വർഷവും ഏജ് റിലാക്സേഷൻ അനുവദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡ് പരിശോധിക്കാം. 100 മാർക്ക് വരുന്ന പ്രാക്ടിക്കൽ ടെസ്റ്റ് നടത്തിയാണ് ഓരോ പോസ്റ്റിലേക്കും ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. ആദ്യം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ് ഉണ്ടായിരിക്കുന്നത്. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പാസ്സാവുന്ന ഉദ്യോഗാർത്ഥികളെ പ്രാക്ടിക്കൽ ടെസ്റ്റിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതാണ്. പ്രാക്ടിക്കൽ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഒരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. 300 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. ഓൺലൈനായിട്ട് തന്നെയാണ് ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടത്. 21 ജനുവരി 2026 മുതൽ 7 ഫെബ്രുവരി 2026 വരെ തന്നെയാണ് ഫീ പേയ്മെൻറ്റും അടയ്ക്കുന്നതിനുള്ള തീയതി. SC/ST PWBD കാറ്റഗറിയിൽ വരുന്നവർക്ക് അപ്ലിക്കേഷൻ ഫീ യാതൊന്നും തന്നെ വരുന്നില്ല. പോസ്റ്റുകളിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ഷിപ്പ്യാർഡിൻ്റെ SAP ഓൺലൈൻ പോർട്ടൽ വഴി 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ഓരോ പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്ക് വർക്ക്മാൻ കാറ്റഗറിയിൽ കോൺട്രാക്റ്റ് ബേസിസിലാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത്. 11 പോസ്റ്റുകളിലേക്കായിട്ട് 260 ഒഴിവുകളാണ് നിലവിൽ വന്നിട്ടുള്ളത്. 10ാം ക്ലാസ്സും ITI സർട്ടിഫിക്കറ്റും 3 വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവർക്ക് ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. യോഗ്യതയുള്ളവരെല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.